നമസ്കാരം. മലയാളി വാർത്ത ഇപ്പോഴുള്ളത് ആഷിഖിന്റെ വീട്ടിലാണ്. 15 വയസ്സുള്ള 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിയെ 2 തവണ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു, ഭീഷണിപ്പെടുത്തുന്നു, ഉപദ്രവിക്കുന്നു. ഇത് കേസ് കൊടുത്താൽ താൻ ഊരിപ്പോരുമെന്ന് പറയുന്നു. ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇപ്പോൾ ആഷിഖ് കഴിഞ്ഞ ദിവസം കാണാതായതിന് പിന്നാലെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് കണ്ടെത്തി. ഇപ്പോൾ ആഷിഖ് വീട്ടിലെത്തിയിരിക്കുകയാണ്. ആഷിഖ് തന്നെ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളോട് പറയും. എന്താണ് ആഷിഖ് ശരിക്കും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സംഭവിച്ചത് ഈ ദേവൻ എന്ന് പറയുന്ന ഒരാളാണ് എന്നെ ഫസ്റ്റും ഇപ്പോഴും തട്ടിക്കൊണ്ടുപോയത് അവർ തന്നെ, ഫസ്റ്റും കൊണ്ടുപോയത് അവർ തന്നെ. ഞാനും എൻ്റെ ഒരു കുറച്ച് കൂട്ടുകാരുമായിട്ട് നടന്നു പോയായിരുന്നു. അപ്പോഴത്തേക്കും പെൺപിള്ളേരെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇവരൊന്നും എന്തിനാ കമൻ്റ് അടിച്ച്. അപ്പോൾ ഞാനും എടുത്തായാലും എന്തിനാ പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലെങ്ങാണ്ട് മെനിഞ്ഞാന്ന് എന്നെ അവിടെ നിന്ന് പൊക്കിയിട്ട് ഇവരെ ഒരു വീട്ടിൽ കൊണ്ടിട്ട് ഇടിച്ച് നല്ല രീതിയിൽ അടി കിട്ടി. അവിടെ നിന്ന് ഇടി കിട്ടി. പിന്നെ ലാസ്റ്റ് വന്ന് ചേട്ടന്മാരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. എന്നിട്ട് ഇന്നലെ ഞാൻ എൻ്റെ മാമച്ചിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവന്മാരെല്ലാം കൂടി കയറി വന്നിട്ട് എൻ്റെ കാറിൽ വലിച്ചിട്ട് കൊണ്ടുപോയി കൊങ്ങയിലൊക്കെ പിടിച്ച് കൊല്ലു എന്നുള്ള രീതിയിൽ തന്നെ സംസാരമൊക്കെ ആയിരുന്നു. ഇത് അവന്മാർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർ സുഖമായിട്ട് ഇറങ്ങിപ്പോവും. ഏതാ MLA സഹോദരിയുടെ മോനാണ്. അതില്ല, ഇതേപോലെ MLA സഹോദരിയുടെ മോനാണ് എന്നാണ് പറഞ്ഞത്. ഇതേപോലെ സുഖമായിട്ട് ഇറങ്ങി വരും, എനിക്കത് പേടിയൊന്നുമില്ല, പോലീസുകാരൊക്കെ നമ്മളെ അണ്ടറിലാണെന്നുള്ള രീതിയിലാണ് അവിടെ മൊത്തം സംസാരിച്ചിരുന്നത്. ആഷിഖിനെ അറിയാമോ ഇവരെ തട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ്? അല്ലാതെ അറിയാമോ? ഇല്ല, എനിക്ക് അന്ന് കണ്ടിട്ടുണ്ട്, അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് അറിഞ്ഞൂടാ. സ്കൂൾ പരിസരത്ത്. ഞാൻ തോന്നി സ്കൂളല്ല പഠിക്കുന്നത്, ഞാൻ ആറ്റിങ്ങൽ ബോയ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ട്യൂട്ടോറിയം അവിടെ ആയിരുന്നു. അങ്ങനെയുള്ള കണ്ടിട്ടുള്ളതേ ഉള്ളൂ. ഇവരെന്താണ് പറഞ്ഞത്? തട്ടിക്കൊണ്ട് പോയതിനു ശേഷം അവിടെ വെച്ച് എന്താണ് പറയുന്നത്? നിന്റെ ചേട്ടന്മാർ വരാതെ നിന്നെ വിടത്തില്ല. ഇതുമാതിരി എന്നെ തട്ടിക്കൊണ്ട് പോയി എൻ്റെ ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ഇത് കോംപ്രമൈസ് അടിക്കാൻ വേണ്ടി എൻ്റെ മാമച്ചീനെ വിളിച്ച് ഇതേപോലെ ഫോണിൻ്റെ കേസൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് എൻ്റെ മാമച്ചീനെ പള്ളി വിളിക്കുകയും തള്ളക്കി വിളിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അപ്പോഴത്തേക്ക് എൻ്റെ മാമച്ചീനെ കിട്ടിയാലേ എന്നെ വിടുള്ളൂ, ഇനി ഇവിടുത്തെ ചേട്ടന്മാരെ കിട്ടിയാലേ എന്നെ വിടുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു സംസാരം. അവിടെ കൊണ്ടിട്ട് അവിടെ തിരിച്ച് പോലീസുകാർ വന്ന് അതിന് മുമ്പ് തട്ടിക്കൊണ്ടുപോയത് വന്നിട്ട് പോലീസ് ഇവിടെ നിന്ന് ആരൊക്കെ വിളിച്ച് പറഞ്ഞെടുത്ത് പോലീസുകാർ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവൻ പേടിച്ചാണ് വിട്ടത്. അപ്പൊ അതിനാ പോലീസിന്റെ അടുത്ത് കംപ്ലൈന്റ് എടുത്ത്. അപ്പോഴത്തേക്ക് പോലീസുകാർ പറഞ്ഞ് ഇതേപോലെ പോയി ഹോസ്പിറ്റലിലൊക്കെ പോയി അവകാശം കേസ് കൊടുക്കണം വേണ്ടെന്നൊക്കെ ആലോചിച്ചിട്ട് വരാൻ പറഞ്ഞു. ആലോചിച്ചിട്ടൊക്കെ വരാൻ പറഞ്ഞു. അപ്പം കഴിഞ്ഞ ദിവസം എവിടെ വെച്ചായിരുന്നു തട്ടിക്കൊണ്ടുപോയത്? വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നോ? വീട്ടിലല്ല, ഞാൻ എൻ്റെ മാമച്ചിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരെയായിരുന്നു. അപ്പോഴത്തേക്കാണ് അടുത്താണ്, അപ്പോഴാണ് എടുത്തോണ്ടങ്ങ് പോയത്. എന്നിട്ട് എന്താണ് അവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത്? ചെയ്യുന്നത് പറയണെന്ന് വെച്ചാൽ കമന്റ് അടിച്ച് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ തിരിച്ച് റെസ്പോണ്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇന്നലെ കൊണ്ടുപോയത് ഇതേപോലെ പള്ളു വിളിച്ചെന്നും പറഞ്ഞാണ് കൊണ്ടുപോയത്. അവർക്ക് പേടി എന്ന് പറഞ്ഞ സാധനം ഒന്നായിട്ട് എനിക്ക് തോന്നിയില്ല. ഉപദ്രവിച്ച് ഇന്നലെ ഫുള്ള് വെള്ളമടിച്ച് അവർ ഓഫായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് സിഗരറ്റ് വേണോ ഇത് വേണോ. ആദ്യത്തെ ദിവസം കൊണ്ടുപോയപ്പോൾ എന്നെ കഞ്ചാവൊക്കെ വലിപ്പിച്ചായിരുന്നു. അങ്ങനെയുള്ള രീതിയിലുള്ള ഇതൊക്കെ ആയിരുന്നു.